ശ്രീ ജിൻഡോ ജോൺ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പണം കിട്ടുക എന്നുള്ളതാണ് പ്രധാനമെന്ന് പറയുന്നു. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ, ആ ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഇതാ രേഖ എന്ന് പറഞ്ഞ് പബ്ലിക് ഡൊമൈനിലുള്ള ജനുവരി 16 സർക്കാർ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു രേഖ എടുത്ത് കഴിഞ്ഞ ദിവസം വീശുന്നത് കണ്ടു. അത് മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുന്നത് കണ്ടു. ഇന്നിപ്പോൾ കെ കവിത വന്നു എന്നുള്ളതാണ് ആരോപണം. കെ കവിതയെയും ഈ ഡീലിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്ത് കാര്യമാണുള്ളത്? ഇങ്ങനെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള പോളിസിയിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? അല്ല അഭിലാഷേ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖ മുൻപ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. ആ രേഖ പ്രകാരം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ രേഖ പ്രകാരം മറ്റു വകുപ്പുകളൊന്നും അറിയാതെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഈ മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ശുപാർശയിലേക്ക് കടക്കുന്നത് അല്ലേ? അത് നമുക്ക് വ്യക്തമാണല്ലോ. വെബ്സൈറ്റിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ തർക്കം. ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇങ്ങനെ 4 വകുപ്പുകളുമായിട്ട് കൂടിയാലോചന നടത്താതെയാണ് ഈ ഒയാസിസ് കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തതെന്ന് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. തർക്കം ഉണ്ടാകാൻ നോട്ടല്ലേ? ഒന്ന് മന്ത്രിമാർ തന്നെ വിശദീകരിച്ചു. അങ്ങനെ മറ്റ് വകുപ്പുകൾ ഇപ്പോ ഇതിൽ ഈ പറഞ്ഞ ഫയലുകൾ മറ്റു വകുപ്പുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ രൂപീകരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാരംഭാനുമതി കൊടുത്തു, മറ്റനുമതികൾ ഈ പ്രാരംഭാനുമതി കിട്ടിയ കമ്പനി വാങ്ങുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. ഇതിലൊക്കെ എന്ത് ആനക്കാര്യമാണുള്ളത്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അഴിമതി ഉണ്ട് എന്ന് ആരോപിക്കാൻ, ആ അഴിമതി ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ? അല്ല അഭിലാഷ്, ഇതിൽ ഒരു പ്രശ്നമുള്ളത്, ഇവർ കുറേ കാര്യം പറഞ്ഞല്ലോ. നയം, LDF സർക്കാരിൻ്റെ നയം എന്നാണ് ഈ പ്രകാശം മാസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞത്. LDF സർക്കാരിൻ്റെ നയം മദ്യ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ നയത്തോടുള്ള വഞ്ചനയാണ്. അപ്പോൾ ആദ്യത്തെ നയവഞ്ചന അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ നയം എന്താണ്? നിങ്ങളുടെ നയപ്രകാരം കേരളത്തിലെ ഡിസ്റ്റിലറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും കമ്പനിക്ക് ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിൽ എത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കപ്പെടണം? അവരുടെ യോഗ്യത എന്താണ്? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ നയമാറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ഒരു നയമാറ്റം LDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റമാണെങ്കിൽ ഈ ഫയൽ കിട്ടി പിന്നെ എന്തിനാ മാസങ്ങളോളം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് ആ ഫയൽ വെച്ചത്? അപ്പോൾ നിങ്ങൾ പറയുന്നു മദ്യത്തിന്റെ ഉൽപ്പാദനം പ്രാദേശികമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ കേരളത്തിലെ മലബാർ ഡിസ്റ്റിലറി അടക്കമുള്ള കമ്പനികൾക്ക് 4 വർഷമായിട്ട് കൃത്യമായിട്ട് വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അവർ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിൽ തദ്ദേശീയമായിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. അപ്പോൾ മദ്യത്തിന്റെ പ്രൊഡക്ഷൻ തദ്ദേശീയമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി അടുത്തത്, അവിടെ നിന്ന് എത്തനോൾ കൊണ്ടുവരുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ടാക്സ് പിടിക്കുന്നില്ല, GST ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പുറത്തു വന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറുപടിയില്ല. അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ LDFന്റെ പ്രതിനിധികളും മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താ? കേരളത്തിൽ ഹൈക്കോടതിയുടെ പോലും വിധിയുണ്ട്. കേരളത്തിലെ മദ്യ വിൽപ്പനയിൽ മദ്യശാലകളുടെയൊക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം, മദ്യ നിർമ്മാണത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നൊക്കെ. കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ മഴ നനയാതെ നിന്ന് മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യമെങ്കിലും നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മദ്യ നിർമ്മാണവും രണ്ട് കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊക്കെ വരാം. BJPയുടെ ടേക്ക് കൂടി അറിയട്ടെ. അല്ല അഭിലാഷ്, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി അഭിലാഷ്, ഒരു കാര്യം കൂടി. 2023-24 മദ്യനയത്തിൽ ഇവരെന്താ പറയുന്നത്? ഇവർ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനായിട്ടുള്ള മറ്റേ തദ്ദേശീയമായിട്ടുള്ള കാർഷിക വിള ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് അനുമതി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ഒയാസിസ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ലൈസൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ്. ബോട്ട്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിറ്റ് കൊണ്ടുവന്ന് മദ്യമാക്കി മാറ്റി അതിന്റെ അസംസ്കൃത വസ്തു എന്താ? വെള്ളമാണ്, പച്ചവെള്ളമല്ലേ? അപ്പൊ ഈ വെള്ളം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കും കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് കിൻഫ്ര വഴി വെള്ളം കൊടുക്കുമെന്ന. കിൻഫ്രയുടെ വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നത്? അവിടുത്തെ വ്യവസായശാലകൾക്ക് കൊടുക്കാൻ മാത്രമേ അത് പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പറയും മലമ്പുഴ ഡാമിലെ വെള്ളം എടുക്കുന്നു പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധിയുണ്ട് മലമ്പുഴ ഡാമിലെ വെള്ളം എടുക്കാൻ പാടില്ല എന്ന്. 10 MLD ജലം കിൻഫ്രയ്ക്ക് വേണ്ടി മലമ്പുഴ പദ്ധതിയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. 10 MLD ആണ് കിൻഫ്രയ്ക്ക് കൊടുക്കേണ്ട വെള്ളം. ഇവിടെ 0.5 ദശലക്ഷം ലിറ്റർ മാത്രമേ, 0.5 MLD മാത്രമേ ഈ വ്യവസായത്തിന് വേണ്ടതുള്ളൂ. മൊത്തം മലമ്പുഴ ഡാമിന്റെ 2,23,00,000 ലിറ്റർ ശേഷിയെക്കുറിച്ചും പിന്നെ എത്ര ജലം ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നു, എത്ര ജലം കാർഷിക പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നു, എത്ര ജലം മിച്ചമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രി ഇന്നലെ വിശദീകരിച്ചല്ലോ. ജലത്തിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്.